ഈ വിശുദ്ധ അന്തോനിസ് പുണ്യവാളന്റെ ദിവസം നമ്മൾ ഏതാ ആഘോഷിക്കുന്നത്? ചൊവ്വാഴ്ചയല്ലേ? പിന്നെ ഈ വെള്ളിയാഴ്ച ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം പറയട്ടെ. അതായത് വർഷങ്ങൾക്ക് മുമ്പ് 1231 ജൂൺ മാസം 13-ാം തീയതി അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച ദിവസം അന്തോനിസ് പുണ്യവാളൻ മരിച്ചപ്പോൾ ഈ വാർത്തയറിഞ്ഞ് ആ പ്രദേശത്തുള്ള, ചരിത്രത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ആ പ്രദേശത്തുള്ള കുട്ടികളും യുവജനങ്ങളും റോഡ് നിരത്തിലേക്ക് ഇറങ്ങിയിട്ട് അവരിങ്ങനെ വാവിട്ട് നിലവിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, ദേ വിശുദ്ധൻ മരിച്ചു, വിശുദ്ധൻ മരിച്ചു. പ്രിയപ്പെട്ടവരെ, പാതുവായിലേക്ക് അധികാരികൾക്ക് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത വണ്ണം അത്രമാത്രം ജനബാഹുല്യം. വെള്ളിയാഴ്ച കഴിഞ്ഞു, ശനി, ഞായർ, തിങ്കൾ, 17-ാം തീയതിയാണ്, ചൊവ്വാഴ്ചയാണ്. അധികാരികൾക്കും അതോടൊപ്പം തന്നെ ശവസംസ്കാരത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് അധികാരികൾക്ക് എത്താൻ പറ്റിയത്. കാരണം അത്രമേൽ ജനക്കൂട്ടമായിരുന്നു. വിശുദ്ധ അന്തോനിസ് പുണ്യവാളനെ അടക്കം ചെയ്ത ദിവസമാണ് ഏത്? ചൊവ്വാഴ്ച ദിവസം. ആ ചൊവ്വാഴ്ച ദിവസത്തിനാണ് പിന്നീട് അത്രമേൽ പ്രാധാന്യം, ഒരു പ്രത്യേകമായ വണക്കത്തിന്റെ ദിവസമായി നമ്മൾ മാറ്റിവെച്ചത്. മരിച്ചത് ഏതാ? വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ നമ്മൾ വിശ്വസിച്ചോണം. ചരിത്രം പുറകോട്ട് പോകുമ്പോൾ ഇന്നേ ദിവസം വിശുദ്ധ അന്തോനിസ് പുണ്യവാളന്റെ വലിയൊരു മധ്യസ്ഥം തേടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ ഇവിടെ നമ്മൾ ഇരിക്കുന്നത്. ഉച്ചത്തിൽ വിശ്വസിക്കുന്നവര് ആമേൻ എന്ന് പറഞ്ഞേ. ആമേൻ, 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 ആമേൻ.